ഇപ്പോൾ ഉത്തരവ് റദ്ദ് ചെയ്യാൻ സമയമുണ്ട്, ഓക്കെ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത്രയും കാലതാമസം വരുത്തിയാൽ പോലും കേന്ദ്രത്തിന്റെ നിയമപരിധി അനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. CMRL കാര്യങ്ങളും കേന്ദ്രം നടത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സമയം നൽകിയതുകൊണ്ട് അവർക്ക് എന്ത് നേട്ടമുണ്ടാകുന്ന ചോദ്യമാണ് ഇന്നലെ മന്ത്രി ഉയർത്തി. ഞങ്ങൾ അതായത് അവർക്ക് സഹായമൊന്നും ചെയ്തില്ലല്ലോ, ഈ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് നേട്ടമൊന്നും ഉണ്ടായില്ലല്ലോ CMRL എന്നൊരു ചോദ്യമാണ്. അല്ല, ഞാൻ അവർക്ക് നേട്ടമുണ്ടായ കാര്യങ്ങൾ പാർട്ട് 2 പാർട്ട് 3 വരും. വെയിറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പിക്ചർ അഭി ബാക്കി ഹേ എന്ന് പറഞ്ഞ സ്ഥിതിയാണ്. പക്ഷെ ഇത് ഈ മൈനർ കൺസെഷൻ റൂൾസ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ ലോബിങ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്തിനോടിടയ്ക്ക് എന്തെങ്കിലും റിലാക്സേഷൻ അതിൽ വന്നിരുന്നെങ്കിൽ they would have implemented the lease. ഇതാണ് അതിന്റെ കീ. ഞാനാണല്ലോ ആ ലീസ് തന്നെ കാണിച്ചത്. 2003-2004 UDF സർക്കാർ എന്ന് അറിയാൻ പാടില്ലാത്ത ആളല്ലോ ഞാൻ. അതായത് അന്ന് അനുവദിച്ച ലീസ് പൊതുജന താൽപര്യാർത്ഥമല്ല എന്ന് മനസ്സിലായ മൊമെന്റിൽ വിത്തിൻ 10 days ബഹുമാനായ ശ്രീ AK ആന്റണി അതിന്റെ തുടർ നടപടികൾ മരവിപ്പിക്കുകയുണ്ടായി. അതാണ് UDF സർക്കാർ ചെയ്തത്. അതല്ലാണ്ട് ഞാനത് UDF അല്ല എന്ന് അറിഞ്ഞുകൊണ്ട് അല്ലാണ്ട് അറിയാതെ പറഞ്ഞൊന്നുമല്ല. സോ അങ്ങനെയൊന്നും ഇല്ല. അതല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒന്നും പറയാനില്ല. നമ്മൾ അഡ്മിറ്റ് ചെയ്ത് ഞാൻ തന്നെ കാണിച്ച ലീസ് അദ്ദേഹം പറയേണ്ട കാര്യമില്ല. അത് UDF സർക്കാരിന്റെ കാലത്താണ്. അല്ല, അത് അന്നേരം ഇങ്ങനെ 2016 മുതൽ ലീസ് കൊടുക്കുന്നതിന് മുമ്പുള്ള ഇത് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, മാസപ്പടി പോന്നിരിക്കുകയാണല്ലോ. അത് അങ്ങനെ ഒറ്റടിക്ക് കൊടുക്കുമല്ലോ, അതല്ല അതിന്റെ രീതി എന്ന് പറഞ്ഞത്. സോ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദേ ആർ ഡൂയിങ് ദ കറപ്ഷൻ. ഇത് വൺ ഷോട്ട് സൊല്യൂഷൻ അല്ല ഇത്. ഇല്ല, 2016 CMRL കൊടുക്കാൻ സുപ്രീം കോടതി വിധിയില്ല. ഡിവിഷൻ ബെഞ്ചിന്റെ ഫൈൻഡിങ്ങിനെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി ചലഞ്ച് ചെയ്തപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഓർഡറിൽ ഇടപെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന അവർ പറഞ്ഞ കറക്റ്റാണെന്നും ആ സ്ഥലത്തിൽ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട് എന്ന് പറയാൻ കഴിയില്ല എന്നും സംസ്ഥാന സർക്കാരിന്റെ മിനറൽ വെൽത്താണ് എന്ന് പറയാൻ കഴിയില്ല എന്നും എന്നാൽ വേണമെങ്കിൽ സർക്കാരിന് 17A പ്രകാരം നോട്ടിഫൈ ചെയ്ത് ആ സ്ഥലം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. ആക്ച്വലി ദാറ്റ്സ് ഇൻ ഫേവർ ഓഫ് ദി ഗവൺമെന്റ്. ആദ്യമായിട്ടാണ് അങ്ങനെ സർക്കാരിന് ആക്ട് ചെയ്യാൻ അനുകൂലമുള്ള ഒരു വിധി വരുന്നത്. സിംഗിൾ ബെഞ്ചിന്റെ ആ ഉത്തരവിൽ ആ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ ആ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. സുപ്രീം കോടതിയിലാണ് സംസ്ഥാന സർക്കാരിന് ആദ്യമായി അത് ഏറ്റെടുക്കാനുള്ള അനുകൂലമായ ഉത്തരവ് കിട്ടി. അത് CMRLന് അനുകൂലമാണെന്ന് മന്ത്രി ഇന്റർപ്രറ്റ് ചെയ്യുന്നത് തന്നെ CMRLന്റെ വക്കീലായി നിന്നുകൊണ്ടാണ്. CMRLന് വേണ്ടി പറയുന്ന വാദമാണ് രാജീവിന്റെ വാദം. അല്ലാണ്ട് സുപ്രീം കോടതി വിധി CMRL അനുകൂലമാണെന്ന് പറയരുത്.